ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ തമിഴ്നാട്ടിലെ വരാഹ നദിക്ക് കുറുകെയുള്ള അണക്കെട്ടാണിത്. സൊത്തുപ്പാരൈ ഡാം തേനി ജില്ലയിലെ പെരിയകുളത്ത് നിന്ന് 12 കിലോമീറ്റർ അകലെയാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ ഉയരം കൂടിയ അണക്കെട്ടുകളിലൊന്നാണ് ഈ ഡാം. അപ്പം ഇനി ഇത് താഴേക്ക് ഇറങ്ങണേ. ഇതിൻ്റെ സ്റ്റെപ്പിനൊക്കെ ഭയങ്കര താഴ്ചയിലാണ് സ്റ്റെപ്പ്. ഇത്തിരി അകലമുണ്ട്. നമുക്ക് ഇറങ്ങാൻ ഇത്തിരി പ്രയാസമാണ്. ഞാൻ ഇറങ്ങണില്ലെന്നും പറഞ്ഞിരുന്നതാണ്. അപ്പോൾ മോമ്മൻ തന്നെ പിടിച്ചുകൊണ്ട് പോയി. അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു ഞങ്ങളിവിടെ വരുമ്പോൾ. ഒരു ബൈക്കിൽ ഒരു അച്ഛനും മോനും മാത്രം ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കാറിലും ബൈക്കിലൊക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒഴുകി പോകുന്നത് ഓരോ തോട് വഴി ഇങ്ങനെ ഉണ്ട്, കനാൽ പോലെ ഉള്ള ഇതുണ്ട്. അപ്പോൾ അതേ കൂടെ ഇങ്ങനെ ഒഴുകി വരുമ്പം ആൾക്കാരൊക്കെ ഓട്ടോയിലൊക്കെ വന്ന് കുളിച്ചും അലക്കിയൊക്കെ കുറേ പേര് കൂടി വന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി ചെന്ന് മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. മോൻ മതിലേ കൂടെയൊക്കെ കയറി നടക്കുവാണ്. അപ്പം ഞാനവനെ വഴക്ക് പറഞ്ഞു, അങ്ങനെയൊന്നും കയറി നടക്കരുതേ, നല്ല മഴയൊക്കെ പെയ്ത് ഇടുകിയൊക്കെ കിടക്കുന്നതായിരിക്കും. നല്ല ഒഴുക്കുണ്ട്. നല്ല പതഞ്ഞ് പാല് പോലെയാണ് ഈ മേളിൽ നിന്നൊരു വെള്ളം ചാടുന്നത്. ഇപ്പം അധികം മഴയില്ല. അപ്പോൾ മഴയുള്ള സമയം പറയണ്ടല്ലോ, നല്ല പോലെ വെള്ളം ഉണ്ടാവും. ഉണ്ട്, ഇങ്ങനെയാണത് ഇങ്ങനെ ഒഴുകിപ്പോകുന്നത്. ചെറിയ ചെറിയ തോട് വഴി ഇങ്ങനെ ഒഴുകിപ്പോവുകയാണ്. രണ്ട് സൈഡിലും മാവും പ്ലാവും ഒക്കെയുണ്ട്. നിറച്ച് ചക്കയുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഇത് നിറച്ച് ചിത്രശലഭങ്ങൾ. മഞ്ഞയാണ് ഏറ്റവും കൂടുതൽ. എല്ലാം ഇങ്ങനെ കൂട്ടായിട്ട് അങ്ങോട്ട് വന്നിരിക്കുവാണ്. പിന്നെ വേറെ നിറമൊക്കെ കുറച്ചേ ഉള്ളൂ. പക്ഷെ മഞ്ഞയാണ് കൂടുതലും. എല്ലാം ഇങ്ങനെ പറക്കുവാണ്. അപ്പോൾ മോനടുത്തേക്ക് ചെന്നപ്പോഴത്തേനും അങ്ങോട്ട് എല്ലാം പറന്ന് ചിന്നിച്ചിതറി. അല്ല, മോനടുത്തേക്ക് ചെന്നപ്പോഴാണത്. അപ്പം അടുത്ത് തന്നെ ഒരു വീട് പോലെ എന്തോ ഉണ്ട്. അവിടെ 2 നായ്ക്കളും കിടപ്പുണ്ട്. അപ്പം ഇനി കൂടുതൽ അടുത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞ്. അവിടെ നിറച്ച് മാങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ട്. മാങ്ങയുണ്ട്, ചക്കയുണ്ട്. അപ്പം ഞങ്ങൾ ഇതും കണ്ട് തിരിച്ചു പോരാനായിട്ട് പോരുവാണേ. നല്ല ഭംഗിയുള്ള സ്ഥലം. സ്റ്റെപ്പ് കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ചെറിയ കുട്ടികൾക്കൊന്നും കുഴപ്പമില്ല. ഞങ്ങളെപ്പോലെ ഇത്തിരി പ്രായമായ ആൾക്കാർക്കൊക്കെ സ്റ്റെപ്പൊക്കെ കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങണേ. അവിടെയൊക്കെ നിറച്ച് കുപ്പികൾ ഇങ്ങനെ പൊട്ടിക്കിടക്കുവാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോഴൊക്കെ നല്ലതുപോലെ ശ്രദ്ധിച്ച് വേണം ഇറങ്ങി വരാനായിട്ട്. സൈഡിലൊക്കെ ഇങ്ങനെ കുപ്പികൾ പൊട്ടിക്കിടക്കുവാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ മേളിലെത്തിയേ. പക്ഷേ മേളിലേക്ക് ആർക്കും പ്രവേശനമില്ല. അപ്പോൾ അവിടെ ഒരു തടിക്കഷ്ണം ഇങ്ങനെ ഒഴുകി വന്ന് കിടക്കുന്നുണ്ട്. ഒത്തിരി കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്.
ഇവരൊക്കെ കുളിക്കാനായിട്ട് വന്ന ആൾക്കാർ ആണ്. ഓട്ടോറിക്ഷയിലാണ് ഇവരൊക്കെ വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുവാണേ. അപ്പോൾ തിരിച്ചു പോരുന്ന രണ്ട് സൈഡും മാവും പ്ലാവും ഒക്കെയാണ്. മാങ്ങയൊന്നുമില്ല, ചിലതിലൊക്കെ മാത്രമേ മാങ്ങയുള്ളൂ. അപ്പോൾ രണ്ട് സൈഡിലും മയിലുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരിങ്ങനെ ഇരിക്കുന്നത് കണ്ടോ. അവരിങ്ങനെ ബൈക്കിൽ വന്നിട്ട് ഈ പനങ്കരിക്ക് അത് ചക്ക മുള ഇതെല്ലാം വെട്ടി ഇങ്ങനെ കൂട്ടിയിട്ടേക്കുമായിരുന്നു. അതെന്നിട്ട് ഒരു വണ്ടി വന്ന് അതിൽ കയറ്റി കൊടുത്ത് വിട്ട്. അപ്പോൾ ഇത് ഇടാൻ വേണ്ടിയിട്ട് കാട്ടിൽ പോയി ഇട്ടുകൊണ്ട് വന്നതായിരിക്കും. നിറച്ച് മാവുകളാണേ. പിന്നെ അവർക്കിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി ഒരു സൈഡിൽ കൊടുക്കുന്നുമുണ്ട്. ഈ ഇങ്ങനെ ഇട്ടുകൊണ്ട് വരുന്ന ആൾക്കാർക്ക് അവരെല്ലാവരും ബൈക്കിലാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് വലിയ വണ്ടികളിലാക്കി കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ മയിലുകളും നിൽപ്പുണ്ടേ. അത് ഇത്തിരി അകലെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഫോട്ടോ എടുക്കാനായിട്ട് പറ്റിയില്ല. ഈ മാവിൻ്റെയൊക്കെ അടിയിലുണ്ടായിരുന്നു. ഇത്തിരി ദൂരെ മാറിയാണ് നിൽക്കുന്നത്. അപ്പോൾ ദേ രണ്ട് കുതിരകളാണ് ഈ പോകുന്നത്. ഒരു ശല്യമില്ല, അനങ്ങാതെ അങ്ങോട്ട് പോരുവാണ്. അപ്പോൾ ദേ നോക്കിയപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് രണ്ട് കുതിരകൾ നിൽക്കുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയേ. ദേ അതിൻ്റെ കാല് വെച്ചൊരടിയും കൊടുത്തതിനെ. അപ്പോൾ ദേ ഈ ബൈക്കുകാർ വന്നുണ്ടേ. കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ദേ ഈ വരുന്ന ബൈക്കുകാരിങ്ങനെ ഓടിച്ചവരെ. അപ്പോൾ അതങ്ങോട്ട് മാറിത്തന്ന് വഴി മാറി. അപ്പം ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോവുകയാണേ. അപ്പോൾ ദേ കുറേ കാളയും പശുവും ഒക്കെയായിട്ട് വന്ന് അതിനെ നോക്കുന്നത് ഒരു ചെറിയ കുട്ടിയാണേ. ഫ്രണ്ടിൽ ഒരു വടിയും പിടിച്ച് ഇതെല്ലാം പോവുക. കാളകളാണ് അധികവും, ചെറിയ ചെറിയ കിടാക്കളും ഉണ്ട്. അപ്പോൾ അതേ പുറകിൽ ഒരാൾ വടിയൊക്കെ പിടിച്ച് വന്ന്. അപ്പോൾ എല്ലാ ആൾക്കാരും വണ്ടി നിർത്തി കൊടുത്തേ. അതുങ്ങളങ്ങോട്ട് മുന്നോട്ട് പോയി. അപ്പോൾ കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോഴത്തേനും ഒരു കൂട്ടം തെറ്റി വന്നതാണെന്നാണ്. കുറച്ച് കാളകളെയും കൂടെ കണ്ട്. അപ്പോൾ അവരും സൈഡ് വഴി അങ്ങോട്ട് പോയി. ഇനി നമുക്ക് കാണാനുള്ളത് മുന്തിരിത്തോട്ടാണ്. അപ്പം നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കടകളിലെല്ലാം മുന്തിരികൾ വെച്ചിട്ടുണ്ട് വിൽക്കാനായിട്ട്. അപ്പം മഴയുണ്ട്. ജെനീസ് ഗ്രേപ്സ് എന്നാണ് കേട്ടോ ഈ കടയുടെ പേര്. രണ്ട് സൈഡിലും ഉണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ മുന്തിരി കാണാനുള്ള തിടുക്കത്തിലാണ്. അപ്പോൾ അത് കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ നിൽപ്പുള്ളൂ. നല്ലപോലെ മഴ ചാറുന്നുണ്ട്. ഈ റോഡിൽ നിന്ന് ഒരല്പം അങ്ങോട്ട് നടക്കണം. ഒത്തിരി ദൂരമല്ല, ഒരു 10 അടി നടന്നാൽ മതി. ഇവിടെയൊക്കെയുണ്ട് മുന്തിരി തോട്ടങ്ങൾ സൈഡ് വഴിയൊക്കെ. രണ്ട് സൈഡിലും മുന്തിരിത്തോട്ടങ്ങളാണ്.
എല്ലാ ആൾക്കാരുടെയും കയ്യിൽ കവറൊക്കെ ഉണ്ട്. എല്ലാവരും മുന്തിരിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മുന്തിരിത്തോട്ടത്തിൻ്റെ അകത്തേക്ക് കടന്ന്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗിയാണ് ഈ മുന്തിരിക്കുലകൾക്ക്. നിറച്ചുണ്ടായി കിടക്കുവാണേ. പഴുത്തതും പഴുക്കാത്തതും എല്ലാം ഉണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം മനസ്സിന്. നമ്മൾക്ക് ഇതിൽ തൊടുകയൊക്കെ ചെയ്യാം, പക്ഷെ ഇത് പറിക്കരുതേ. കണ്ട ഇങ്ങനെയൊക്കെ ഒന്ന് തൊടാം. പക്ഷെ ആൾക്കാരൊക്കെ അതിൻ്റെ തുമ്പിത്തുനിന്നൊക്കെ പറിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ പറിച്ചൊന്നുമില്ല, പറിക്കരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നോക്കത്താ ദൂരത്തോളം ഇങ്ങനെ കിടക്കുവാണേ മുന്തിരിത്തോപ്പ്. നിറച്ച് കായ്കളുണ്ട്. അപ്പം ഇതിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ മഴയൊന്നും കൊള്ളുന്നില്ല. ഈ വള്ളിയും ഇലയൊക്കെ ഇങ്ങനെ പടർന്ന് കിടക്കുമല്ലോ. അപ്പോൾ ഇവിടെ തന്നെ ജ്യൂസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ജ്യൂസുണ്ട്, മുന്തിരി വൈനുണ്ട്. വൈനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് വാങ്ങിയില്ല. ഒരു ഗ്ലാസ്സിന് 100 രൂപയാണ് മുന്തിരി വൈന്. ജ്യൂസിന് 40 രൂപയും. അപ്പോൾ ഇതിവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോയാൽ നമുക്ക് വീട്ടിൽ ചെന്ന് ജ്യൂസ് അടിച്ച് കഴിച്ചാൽ മതി. ഒരു ഗ്ലാസ് മുന്തിരി ജ്യൂസ് വാങ്ങുന്ന ആ പൈസ ഉണ്ടെങ്കിൽ 1 കിലോ മുന്തിരി നമുക്ക് വാങ്ങാം. ആ 1 കിലോ കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ജ്യൂസ് കഴിക്കാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ജ്യൂസ് കഴിച്ചില്ല. കണ്ടോ, ഈ ഒരു ഗ്ലാസ്സിനാണ് വൈന് 100 രൂപ. വന്നവരൊന്നും വാങ്ങി കഴിക്കുന്നതും കണ്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മുന്തിരി വാങ്ങാം എന്നോർത്ത്. അപ്പോൾ ഇവിടെ 1 കിലോ മുന്തിരിക്ക് 60 രൂപയാണ്. അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പം എല്ലാ വീടുകളിലേക്കും കൊടുക്കാമല്ലോ. അപ്പോൾ ആൾക്കാരൊക്കെ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു സുഖം. അപ്പം അങ്ങനെ നമ്മൾ മുന്തിരി വാങ്ങാൻ പോവുകയാണേ. അപ്പോൾ അവരൊരു ബേസ് ബോർഡ് പെട്ടിയിലാണ് തരുന്നത്. അപ്പോൾ അത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് എടുക്കുവാണേ. അപ്പോൾ ഞങ്ങൾ 4 കിലോ മുന്തിരിയാണ് പറഞ്ഞിരിക്കുന്നത്. പുള്ളിങ്ങനെ വാരിയാണ് ഇടുന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് അങ്ങനെ വാരി ഇടണ്ട, ഉടയാതെ തരണം എന്ന് പറഞ്ഞ്. അപ്പോൾ പുള്ളി പറഞ്ഞ് അമങ്ങിയൊന്നും പോവില്ല എന്ന് പറഞ്ഞ്. അപ്പം 4 കിലോ ആയി.
അപ്പോൾ വീണ്ടും അയാൾ ഒട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും മോൻ പറഞ്ഞ് ചേട്ടാ 1 കിലോയും കൂടെ വേണമെന്ന് പറഞ്ഞേ. അപ്പോൾ പുള്ളി അത് ഇനി മുറിക്കാൻ പോവുകയാണേ. അപ്പം മഴ നല്ലതുപോലെ ചാറുന്നുണ്ട്. അപ്പം അങ്ങനെ 1 കിലോയും കൂടെ വെക്കുവാണ്. അങ്ങനെ ഞങ്ങൾ 5 കിലോ മുന്തിരി വാങ്ങിയേ. അപ്പം ഞങ്ങൾ മുന്തിരിയും വാങ്ങി പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണേ. 2 സൈഡിലും ഉണ്ട്. അപ്പോൾ പുള്ളി ഒരു കൊല ഞങ്ങൾക്ക് കഴിക്കാൻ തന്നേ. അപ്പം ഞാനത് കഴിച്ച് നോക്കിയപ്പോൾ നല്ല രുചിയാണ്. അപ്പോൾ പറിച്ച് കൊണ്ടുവരുന്ന ആ ഒരു ഇതാലോ, അപ്പോഴത്തേനും കുറേ ആളുകൾ വന്നേ. ഒരു വലിയ വണ്ടി നിറച്ച ആൾക്കാർ വന്ന്. അപ്പം മഴക്ക് ഒരല്പം കുറവുണ്ടേ. അങ്ങനെ ചാറിക്കൊണ്ടേ നിൽക്കുക മഴ. ഞാൻ ആ മുന്തിരിയും തിന്നുകൊണ്ട് പോവുകയാണേ. അങ്ങനെ ഞങ്ങൾ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് കാണുന്നത് 2 സൈഡിലും മുന്തിരിയുണ്ട്. അവിടെ വിൽക്കാനും ഇരിപ്പുണ്ട്. 50 രൂപയേ ഉള്ളൂ കിലോ. ഇനി ഇവിടെ നിന്നൊരു 4 കിലോമീറ്ററേ ഉള്ളൂ തേക്കടിക്ക്. പക്ഷേ നമ്മൾ തേക്കടിക്കൊന്നും പോകുന്നില്ല. നമ്മൾ കോട്ടയം പാലാ വഴി തിരിച്ചു പോരുവാണേ. നല്ല മഴയുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോഴത്തേനും നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നേ. അപ്പം നമ്മൾ ഇറങ്ങിയൊന്നുമില്ല, ഇങ്ങനെ വണ്ടിയിലിരുന്ന് തന്നെ കണ്ടുള്ളൂ. മഴയുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളിനി മുന്നോട്ട് പോരുവാണേ. അപ്പോൾ ഇവിടെ AVTയുടെയൊക്കെ ഫാക്ടറികളും തേയില ഫാക്ടറികളൊക്കെ ഉണ്ട്. നമുക്ക് വാങ്ങാനൊക്കെ കിട്ടുമേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.